ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായി ഞങ്ങളിലുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 51 സങ്കീർത്തനം 11 വാക്യം. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. ദൈവ സാന്നിധ്യമാണ് ജീവിതത്തിൻ്റെ ശക്തി. മനുഷ്യന് പണവും സ്ഥാനമാനവും ബന്ധങ്ങളുമൊക്കെ ഉണ്ടാകാം. എന്നാൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യതയുടെ അനുഭവം ഉണ്ടാകും. ആത്മീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ ശക്തി ദൈവ സാന്നിധ്യമാണെന്ന് ദാവീദ് തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന്. ദാവീദ് പാപം ചെയ്തപ്പോൾ ഈ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയതായി ദാവീദ് തിരിച്ചറിയുന്നു. നാം പാപം ചെയ്യുമ്പോൾ ദൈവം സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയും ദൈവത്തോടുകൂടെ ചേർന്ന് ഏദൻ തോട്ടത്തിൽ പാർത്തവരാണ്. എന്നാൽ അവരനുസരണക്കേട് കാണിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം വരെ പുറത്താക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം നഷ്ടമാക്കുന്ന പാപ സ്വഭാവങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ നാളുകളിൽ നാം പിന്മാറണം. തുടർന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്നാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിലേക്ക് നയിക്കുന്നതാണ്, പാപത്തെക്കുറിച്ച് ബോധ്യം നൽകുന്നതാണ്, ജീവിതത്തിൽ ആശ്വാസം നൽകുന്നവനാണ്, നമ്മുടെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്നവനാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലാതെ ആത്മീയ വളർച്ച സാധ്യമല്ല. ഈ ആത്മാവിനെ പലപ്പോഴും നാം നഷ്ടമാക്കി കളയുന്നവരല്ലേ. യഥാർത്ഥ മാനസാന്തരം നമ്മെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കും. നമ്മുടെ പാപ സ്വഭാവം തിരിച്ചറിഞ്ഞ് അത് ഉപേക്ഷിച്ച് മടങ്ങി വന്നാൽ അവൻ നമ്മെ സ്വീകരിക്കുന്നവനാണ്. തകർന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദാവീദിനെ പോലെ പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും നിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ നീ എന്നിൽ നിന്നെടുത്ത് കളയരുത്. നീ ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിപ്പാൻ ഈ നാളുകളിൽ നീ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.